അമ്മ അമ്മ ഇങ്ങോട്ട് വന്നേ. എന്താ വാ. എന്റെ മോളെ രാവിലെ വാ നീ. കൊച്ചിന്റെ ഒരു കാര്യം. വാ ഇങ്ങോട്ട് വലിക്കാതെ കൊച്ചേ. വന്നേ. നോക്കിയേ. അനുരാഗത്തിൻ വേളയിൽ സന്ധ്യയിൽ അത് തീരെ മാച്ച് ആവുന്നുണ്ടായില്ല ടീച്ചറെ. ആ ഒരു കാര്യം ചെയ്യും, ക്ലാസ് കഴിഞ്ഞിട്ട് നീ സ്റ്റാഫ് റൂമിലോട്ട് പോവാം. പിന്നെ നിന്റെ കയ്യിലുള്ള നോട്ട്ബുക്കും കൂടി എടുത്തു. നോട്ട് കംപ്ലീറ്റ് അല്ല. എടി ഇവളെന്തെങ്ങനെ? അതിന്റെ കാര്യം വിട്. അല്ല നിന്നിപ്പോ വിളിക്കാറില്ലേ? ഞാനത് വിട്ടടി. അതെന്താ ചേച്ചി? അതെന്താ വെച്ചാലേ അവന്റെ ഒപ്പം പഠിക്കണ ഒരു പെൺകുട്ടി എന്റെ ഒപ്പം KTSM ക്ലാസ്സിലുണ്ട്. അവൾ എന്നോട് ഈ കാര്യം പറഞ്ഞ. അവന് വേറെ 4 കണക്ഷൻ ഉണ്ട്. അയ്യോ സാരില്ല, നീ വിഷമിക്കണ്ട. ഇതൊക്കെ എങ്ങനെ ഹലോ ഞങ്ങള് കേട്ടോ. എടാ നമ്മുടെ ക്ലാസ്സിലത്തെ പെണ്ണുങ്ങള് പോരടാ. സത്യോട്ടോ, നമുക്ക് ഈ സ്കൂൾ അങ്ങോട്ട് ബഹിഷ്കരിച്ചാലാ? വേണ്ടി വരും. എന്റെ കാര്യം എന്തായി? സെറ്റ് ആക്കണോടാ. പക്ഷെ അവിടെ തന്തപടി കാണുമ്പോ തന്നെ പേടിയിട്ടുള്ള ഇറച്ചോട്ടാര മോന്താ. അതല്ലേ അങ്ങനെയാടാ, കാണാ കൊള്ളുന്ന പെൺപിള്ളേരെ തന്തകളൊക്കെ ഓഞ്ഞ ലുക്ക. കറക്റ്റ്. അല്ലടാ എന്തായി നിന്റെ കാര്യം? എന്താ നിന്റെ കാര്യം? നിനക്കൊക്കെ ഈ പെണ്ണ് കേസ് മാത്രോടാ പറയാനുള്ള. ഓ നീ ചൂണ്ടിട്ട് വെച്ചേ ഞാൻ നോട്ട് ചെയ്തിട്ടാ. ഷോ ഒന്നും ഓർക്കല്ലേ? എടാ ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജ് അല്ലേ? ആടാ. ഞങ്ങള് ഹിന്ദിക്കാര് ഞങ്ങള് ക്ലാസ് ഇരുന്നോളാം, നിങ്ങളെ മലയാളികൾ ചെല്ലാൻ നോക്ക്. അല്ലെങ്കിൽ കമ്പൈൻ ക്ലാസ് ഒരു വള്ളി കേസാ. അങ്ങോട്ടും ഇട്ട് കിടന്ന് ഷട്ടിൽ അടിക്കുന്നു. കുട്ടാപ്പി എന്താ അതൊന്നും ഇല്ലടാ. നോട്ടൊന്ന് കാണിച്ചേ. അങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ അവിടെ ഒത്തിരി നോട്ടൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നത്. അതൊന്നും പറഞ്ഞ ഒരു കാര്യമില്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അച്ഛാ. ആരാ അങ്ങനെ വിളിച്ചേ? പറയില്ല. ആരാ കുട്ടി അങ്ങനെ വിളിച്ചേ? എന്താ മോന്റെ പേര്? റഫീഖ്. ആ മോനെ റഫീഖേ, എന്റെ പേരിന്റെ പിന്നിൽ കോട്ടൂരെന്നൊരു വാലി കിട്ടിയതേ എനിക്കൊരു തന്ത ഉണ്ടായതുകൊണ്ടും ആ തന്തയ്ക്ക് വിളിക്കാൻ കൊള്ളാവുന്ന ഒരു കുടുംബ പേരുണ്ടായതുകൊണ്ടും. മോനെ അത്തരം വല്ല സംവിധാനങ്ങളും ഉണ്ടോന്ന് വീട്ടിൽ ചെന്ന് ഉമ്മോട് ചോദിച്ച് മനസ്സിലാക്കട്ടാ. സൈലൻസ്. അത് കാട്ടിയാൻ എടുക്കണത്. ആ തീശ്ശേരി സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ പാടില്ലെന്ന് മോനെ അറിയില്ലേ? ഇനി ഈ ഫോൺ വേണമെങ്കിലേ വീട്ടുകാരെ വിളിച്ചോണ്ടാ. കൊടുക്കണോ വേണ്ടത് നമുക്ക് അപ്പം ആലോചിക്കാം. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ് സാർ. ഇതേതാ ബുക്ക്? മലയാളം. അതത്ര സിമ്പിളാതൊന്നും ആരും കരുതണ്ട. പഠിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കുഴപ്പമില്ലൊന്നും എൻ്റെ ക്ലാസ്സിൽ കിടക്കൂല കേട്ടോ. എടാ ലീലാമ്മയുടെ അരവണ്ണം 34 അല്ലേ? 34.2 പോയേട്ടാ. അവന്റെ ഒരു കൃത്യത. ആദിമോനെ എന്തുണ്ടാ? ഓ ഒന്നുമില്ല ഏട്ടാ. അച്ഛാ എന്താടാ? അല്ല അമ്മ പറഞ്ഞു പച്ചക്കറി മേടിക്കണം. നോക്കി മേടിക്കണം. അളഞ്ഞു തവള ഞാൻ കണ്ട അവളെന്നെ ഇട്ട് പൊറപ്പിക്കില്ല. ശരി ചേട്ടോ. ശരി. മീമെല്ലാം കണ്ട അതുകൂടെ മേടിച്ചോ. ആ ശരി അച്ഛാ. അച്ഛനെ
ഈ കൈകൾ വെച്ച് അത്ര വണ്ടി അച്ഛനെ ഞാൻ പെടുത്തേ. യമഹ, രാജദൂത്, ST, ലംബോർഗിനി, അവസാനം ഫെരാരി വരെ പണിതില്ല അച്ഛനെ ഈ കൈ വെച്ച് ഞാൻ. എന്റെ സതീശേട്ടാ ഒന്ന് എനിക്ക് പോയേ, ഇവിടെ 100 രൂപ പണിയുണ്ട്. മര്യാദയ്ക്ക് വന്നാൽ തന്നെ പണിയെടുക്കാറിയില്ല, പിന്നെയാണ് കള്ളും കുടിച്ച് വന്നാലും. ആശാനെ ചങ്കില് കൊള്ളുന്നില്ല ആശാനെ. ഈ ചോപ്പ് മാറത്തെ പിള്ളേരുടെ മുമ്പിലിട്ടാണ് ആശാൻ. ആ കണക്കായി പോയി. ആശാനെ ആ പ്ലഷറിന്റെ എയർ ഫിൽറ്റർ വന്നായിരുന്നോ? നീ തൽക്കാലം ഇപ്പോഴുള്ള പണി തീർക്ക്, എയർ ഫിൽറ്ററൊക്കെ പിന്നെ മാറ്റാം. എങ്ങനെ ഓടിച്ചു നോക്കിയിട്ട്? അടിപൊളിയായിണ്ട് ആശാനെ. പോരാ പോരാ, ആശാന്റെ ട്യൂണിംഗ് ഒന്നും പോരാ. ഇടയ്ക്ക് വണ്ടിയിൽ ഓയിലൊക്കെ ഒഴിക്കണം. ആയിക്കോട്ടെ. ഇത് ജീവനൊരു സാധന. എത്ര ആയി ആശാന? 8500 റുപ്യ. അതിൽ 4000 തന്നല്ലോ, ബാക്കി തന്നാ മതി. എന്നെയൊക്കെ ആശാനെ? നീ തരുന്ന പൈസയല്ലേ, കുറവൊന്നും തരും. ആ പിന്നെ ഗൾഫിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നാ. ഇത് ആശാന ഇരിക്കട്ടെ, എന്റെ ഒരു സന്തോഷം. ഇതൊക്കെ ആ ഇരിക്കട്ടെ ആശാന. നിക്കടാ. അപ്പൊ ശരി ആശാന ഇത് റെഡി ആയിട്ടോ? ആ നീ ഒരു കാര്യം ചെയ്യ്, മാർക്കറ്റിൽ പോയിട്ട് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കോ. ആ മോനെ അച്ഛൻ്റെ വീട്ടില്. ആ അപ്പോ രാത്രി അങ്ങോട്ട് വരാം, പറഞ്ഞേക്ക്. ഇപ്പൊ പറയണ്ടല്ല. അത് ഞങ്ങൾ ഇറങ്ങണം ആശാന. ആ ആശാനെ മിണ്ടായിരുന്നു അവിടെ. ചേട്ടാ പറഞ്ഞോനെ. 1 കിലോ സവാള, 1 കിലോ കിഴങ്ങ്, പിന്നെ 1/4 കിലോ പച്ചമുളക്. നോക്കട്ടെ. ആ എന്താ അതെ, അത്? എനിക്ക് നിനക്ക് ഒരു പെൺകുട്ടീനെ ഇഷ്ടാടാ. പെണ്ണാ? എവിടെ? സയൻസ് ഗ്രൂപ്പിലുള്ള കൊച്ചാ. വേറെ വല്ല വേണോ? വേണ്ടട്ടാ. എത്രയായി? 110. ഇത് പിടിച്ചടാ. ചേഞ്ച് വല്ല വേണ്ട വേണ്ട. വേണ്ട. ശരി, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. ഫസ്റ്റ് ഡേ അവളെ കണ്ടപ്പോ ഇതിന്റെ ഉള്ളിൽ ഒരുമാതിരി ഐസ് വാട്ടർ ഒഴിച്ച ഫീലാടാ. അവളുടെ ആ കണ്ണും മൂക്കും ചുണ്ടും, എന്റെ പൊന്ന് രാവിലെ ഞാൻ വീണു. എനിക്ക് അവളെ വേണം. അത് നീ എന്നോട് പറഞ്ഞിട്ട് എന്തായാലും നിനക്ക് വേണേ അവളോട് പറ. പക്ഷെ എന്താ സംഭവം എന്നറിയും, ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ലടാ. ചേട്ടാ കോൺഫിഡൻസ് ഇരിപ്പുണ്ടോ 1 കിലോ എടുക്കാൻ? കോളിഫ്ലവറാ പൊരിച്ചോണ്ടിരിക്കാണ് മക്കളെ. വേണ്ടട്ടാ വേണ്ട, ഇങ്ങോട്ട് തന്നെ. നീ മേടിക്കണ്ടേ? ഞാൻ ചൂണ്ടിട്ട്